ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 24. പുതുതായ നടപ്പ്. ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. പഠനത്തിലെ നേട്ടത്തിനുള്ള മികവിൻ്റെ പുരസ്കാരങ്ങൾ ഒരു സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങിയപ്പോൾ കരഘോഷം മുഴങ്ങി. പരിപാടി പക്ഷേ തീർന്നിരുന്നില്ല. അടുത്ത പുരസ്കാരം സ്കൂളിലെ മികച്ചവർ അല്ലെങ്കിൽ മുമ്പത്തെ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ളതായിരുന്നു. തോറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനോ വിനാശകരമായ പെരുമാറ്റം നേരെയാക്കുന്നതിനോ മികച്ച ഹാജർ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാകുന്നതിനോ അവർ കഠിനാധ്വാനം ചെയ്തു. അവരുടെ മുൻകാല പോരായ്മകളല്ല, മറിച്ച് ഒരു പുതിയ വഴിയിലൂടെയുള്ള അവരുടെ നടപ്പ് കണ്ട് ഉയർന്ന പാതയിലേക്കുള്ള തങ്ങളുടെ മക്കളുടെ വഴിത്തിരിവിനെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ കരഘോഷം മുഴക്കിക്കൊണ്ട് അഭിമാനം കൊണ്ടു. ഹൃദയസ്പർശിയായ ഈ രംഗം നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ചിത്രം കാട്ടിത്തരുന്നു. നമ്മുടെ പഴയ ജീവിതത്തിലല്ല, ഇപ്പോൾ ക്രിസ്തുവിൽ അവൻ്റെ മക്കളായി നമ്മെ കാണുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ എഴുതുന്നു. എത്ര സ്നേഹനിർഭരമായ വീക്ഷണം! അതുകൊണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പുതിയ വിശ്വാസികളെ പൗലോസ് ഓർമ്മിപ്പിച്ചു. എന്നാൽ വാസ്തവത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികളായിട്ട് ക്രിസ്തേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ വിധത്തിൽ പത്രോസ് എഴുതുന്നു, നാം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ പഴയ പാതയ്ക്ക് നമ്മിൽ അവകാശവാദമില്ല. ദൈവം ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ കാണുകയും പുതുതായി നടക്കുകയും ചെയ്യാം. ചിന്തിക്കുക, ദൈവം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അവനിൽ നിങ്ങൾ എപ്രകാരമാണ് നടക്കേണ്ടത്? ദൈവത്തിന് മഹത്വം.